ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പുകാലത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് വചനധ്യാനത്തിനായി കിട്ടിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ കുറിച്ചുള്ള തർക്കമാണ് നടക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നും അവർ തിന്നു കുടിച്ച് നടക്കുന്നതായി കാണപ്പെടുന്നു എന്നും പറയുന്നു. അതിന് വ്യക്തമായ മറുപടിയായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 34-35 വാക്യത്തിലൂടെ യേശു സംസാരിക്കുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാറത്തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഉപവാസം എന്നത് തലമുറകളായി കൈമാറി വരുന്ന വെറുമൊരു ആചാരമോ മറ്റുള്ളവരെക്കാൾ വിശുദ്ധരാണെന്ന് കാണിക്കാനുള്ള വഴിയോ അല്ല. യേശു കൂടെയില്ല എന്ന തോന്നലിൽ അവനിലേക്ക് അടുക്കുവാനുള്ള ദാഹമാണ്. യേശു കൂടെയുള്ളപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അവനിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ അവനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. യേശു കൊണ്ടുവന്നത് പുതിയൊരു ഉടമ്പടിയാണ്. പഴയ ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും കഠിനമായ ചട്ടക്കൂടിൽ പുതിയ സുവിശേഷ ചൈതന്യം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം പുതിയ അനുഭവങ്ങൾക്കായി തുറന്നിരിക്കണം. പഴയത് നല്ലത് എന്ന് കരുതി പുതിയനെ തള്ളിക്കളയരുത്. ഹൃദയത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി യേശുവിനെ കൂടുതൽ സ്നേഹിക്കുകയും അവനു വേണ്ടി ജീവിക്കാനും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പുണ്യനാളുകളിൽ വെള്ളിയാഴ്ച ഉപവാസത്തോടൊപ്പം ആത്മീയ വായനയ്ക്കും നാം സമയം കണ്ടെത്തണം. ഉപവാസം കേവലം ആചാരത്തിന്റെ മാറ്റമാകാതെ മനോഭാവത്തിന്റെ മാറ്റമാകണം. ക്രിസ്തുവിനെ മണവാളനായി കണ്ട് അവന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുകയും ഉപവാസത്തിലൂടെ അവനിലേക്ക് അടുക്കുകയും ചെയ്യുക. ഈ നാളുകൾ ഉപവാസത്താലും പ്രാർത്ഥനയായാലും നമുക്ക് ധന്യമാക്കി തീർക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.